അരുണാചൽ പ്രദേശിൽ ഭരണം പിടിച്ചെടുത്ത് ബി.ജെ.പി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ ബി.ജെ.പിക്കും സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്കും മികച്ച ഭൂരിപക്ഷത്തോടെ തുടർഭരണം. അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 45 സീറ്റുകളിൽ ബി.ജെ.പി. ലീഡ് ചെയ്യുകയാണ്. സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32-ൽ 31 സീറ്റുകളിലും ലീഡ് നേടി വൻ വിജയമാണ് സിക്കിം ക്രാന്തികാരി മോർച്ച നേടിയത്. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുൻപ് തന്നെ അരുണാചൽ പ്രദേശിൽ എതിരില്ലാതെ 10 സീറ്റുകളിൽ ബി.ജെ.പി. വിജയം നേടിയിരുന്നു. ഈ ആത്മവിശ്വാസവുമായാണ് ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഉൾപ്പെടെയുള്ളവരായിരുന്നു സംസ്ഥാനത്ത് നിന്ന് എതിരില്ലാതെ വിജയിച്ചത്. 2019-ൽ 41 സീറ്റിൽ വിജയിച്ച ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിൽ അതിന് മുകളിലുള്ള വിജയത്തിലേക്കാണ് ഇപ്പോൾ കുതിപ്പ് നടത്തുന്നത്. രണ്ടാമത് എത്തിയത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണെങ്കിലും ബി.ജെ.പി. ഏറെ മുന്നിലാണ്. ഇതുവരെ 5 സീറ്റുകളിൽ മാത്രമാണ് എൻ.പി.പി. മുന്നോട്ട് നിൽക്കുന്നത്. 2019-ൽ 19 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും അരുണാചൽ പ്രദേശിൽ ഒറ്റ സീറ്റിൽ പോലും ലീഡ് നേടാൻ കോൺഗ്രസിനായില്ല. ഒരു സീറ്റിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ വിജയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും വിജയം നേടി ആധികാരികമായാണ് അരുണാചൽ പ്രദേശിൽ ബി.ജെ.പി. തുടർഭരണം നേടുന്നത്. 32 മണ്ഡലങ്ങളുള്ള സിക്കിമിൽ 27 സീറ്റിലും ലീഡ് നേടി സംസ്ഥാനത്തെ വൻ തരംഗമായിരിക്കുകയാണ് സിക്കിം ക്രാന്തികാരി മോർച്ച. പ്രതിപക്ഷ പാർട്ടികളെ തകർത്ത് തരിപ്പണമാക്കിയുള്ള വൻ വിജയമാണ് സിക്കിം ക്രാന്തികാരി മോർച്ചയുടേത്. 2019-ൽ 19 സീറ്റുകളിൽ വിജയിച്ച SKM ഇതിനോടകം 18 സീറ്റുകളിൽ വിജയം നേടി. 13 സീറ്റുകളിൽ കൂടി SKM ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാന പ്രതിപക്ഷമായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 15 സീറ്റുകളിൽ വിജയം നേടിയ SDF SKMന്റെ തേരോട്ടത്തിൽ തകർന്നടിയുകയായിരുന്നു. ബി.ജെ.പി. കോൺഗ്രസ് പാർട്ടികൾക്ക് സിക്കിമിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല. NDA കക്ഷിയായ SKM തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും NDAയിൽ അംഗമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്.